ജീവനക്കാർക്ക് വിശ്രമ സൗകര്യമില്ലാത്തതിൽ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് റെയിൽവേക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്കാണ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അല്ലമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ. വനിതാ ജീവനക്കാർ ഉൾപ്പെടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഈ വിശ്രമിക്കാൻ സ്ഥലമില്ലാത്തത്. അതിലാണ് ഇപ്പോൾ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം? വനിതാ റെയിൽവേ ജീവനക്കാരുടെ യൂണിയന്റെ പാലക്കാട് ഡിവിഷന്റെ സെക്രട്ടറി വി സുജിത്ത് സമർപ്പിച്ച പരാതി പരിഗണിച്ചുകൊണ്ടാണ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നടപടി. ആ പരാതിയിൽ പറയുന്നത് 1000-ഓളം ഈ TTMR തിരുവനന്തപുരം അതുപോലെ തന്നെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലായി ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിശ്രമിക്കാൻ വേണ്ട സൗകര്യം റെയിൽവേ ഒരുക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. പലപ്പോഴും നിലത്ത് കിടന്ന് വിശ്രമിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ 4 കട്ടിലിടാനുള്ള സൗകര്യമാണുള്ളത്. പക്ഷേ അവിടെ 6 കട്ടിലുണ്ട്. ബാത്റൂം സൗകര്യമില്ല, അതുപോലെ വസ്ത്രമാനുള്ള സൗകര്യമില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനം പലയിടങ്ങളിലുമില്ല. അങ്ങനെയുള്ള പരാതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. തിരുവനന്തപുരം, എറണാകുളം, ഷൊർണൂർ, മംഗലപുരം, പാലക്കാട് ഡിവിഷനുകളിൽ റെയിൽവേ ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു സൗകര്യവും ജീവനക്കാർക്ക് ഒരുക്കുന്നില്ല എന്നുകൂടിയും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ 1000-ഓളം ജീവനക്കാരിൽ അത് പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലാണ്. 30% വനിതാ ജീവനക്കാരാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട സൗകര്യമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതി പരിഗണിച്ചാണ് കമ്മീഷന്റെ ഇടപെടൽ. ഇതിൽ കേസെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം, പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർമാർക്ക് റെയിൽവേ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി വിശദമായി പരിശോധിച്ചതിന് ശേഷം 1 മാസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം കൂടി കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ നൽകിയിട്ടുണ്ട്. ജൂണിൽ പാലക്കാട് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വിനിത, ശരി. ഏതായാലും വനിതാ ജീവനക്കാർ ഉൾപ്പെടെ TTമാർക്ക് ആശ്വാസമാകുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ കമ്മീഷൻ എടുത്തിരിക്കുന്നത്. ഏതായാലും അവർക്ക് വിശ്രമ